ജിഷ കൊലക്കേസിൽ നിർണായകമായ വഴിത്തിരിവ് അതുതന്നെയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയവും. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ വളം വിൽപ്പന കേന്ദ്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് 1:30 ജിഷയും യുവാവും വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ജിഷയുടെ വീടിന് സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവാകുന്ന നിർണായക തെളിവ് പോലീസിന് ലഭിച്ചത്. മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് ജിഷയെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ച CCTV ക്യാമറയിലുള്ളത്. കുറുപ്പമ്പടിയിലെ വളം വിൽപ്പന കേന്ദ്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊല നടന്ന ദിവസം രാവിലെ ജിഷ കോതമംഗലത്തേക്ക് പോയിരുന്നുവെന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ യുവാവ് പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്നും നിലവിളി കേട്ടിരുന്നതായും മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞ ഷർട്ടുധാരി ജിഷയുടെ വീടിന് പുറകുവശത്തെ മതിൽ ചാടി കടന്നുപോയതായും കനാലിൽ കൈകാലുകൾ കഴുകുന്നത് കണ്ടതായുമുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. ഇരിങ്ങോൾക്കാവിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവ് ധരിച്ചിരുന്നതും മഞ്ഞ ഷർട്ടാണെന്നും അയൽവാസികളുടെ മൊഴികളിൽ വ്യക്തമാണ്. ഈ മൊഴികൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവ വിദഗ്ധരെ കൊണ്ട് പോലീസ് പരിശോധിപ്പിക്കും. അതേസമയം നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഗുണ്ടാ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ സഹോദരനെ സ്പോർട്സ് കൗൺസിലിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിച്ചത് ക്രമവിരുദ്ധമായിട്ടാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തായി. അജിത് മാർക്കോസിന് മതിയായ യോഗ്യതകളില്ലായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ സമർപ്പിച്ച ബയോഡേറ്റ വ്യക്തമാക്കുന്നു. അഞ്ജു ബോബി ജോർജിന്റെ സഹോദരൻ അജിത് മാർക്കോസിന് അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കലായി നിയമനം ലഭിക്കുന്നതിനായി സ്പോർട്സ് കൗൺസിൽ മുമ്പാകെ സമർപ്പിച്ച ബയോഡാറ്റ ആണിത്. ബയോഡാറ്റ പ്രകാരം കോയമ്പത്തൂർ മഹാരാജ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായ MCA ബിരുദം മാത്രമാണ് അജിത്തിന്റെ ഏക വിദ്യാഭ്യാസ യോഗ്യത. ഇനി അജിത് മാർക്കോസ് ഇപ്പോൾ ഇരിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കൽ എന്ന പദവിയിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. കായിക വിദ്യാഭ്യാസത്തിൽ മാസ്റ്റർ ബിരുദം, കായിക താരങ്ങളുടെ കോച്ചാവാനുള്ള NIS ഡിപ്ലോമ, അന്താരാഷ്ട്ര കോച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കായിക മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ യോഗ്യതകൾ. ഞങ്ങളുടെ അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ യാതൊരു യോഗ്യതാ മാനദണ്ഡങ്ങളും അജിത് മാർക്കോസിനില്ല. എന്നാൽ അഞ്ജു ബോബി ജോർജ് അധ്യക്ഷയായ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് നിയമനം നൽകണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് അജിത്തിനെ ഈ പദവിയിൽ നിയമിച്ചത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന്റെ സ്വന്തം സഹോദരനെ ഉന്നത പദവിയിൽ നിയമിച്ചത് അഞ്ജു ബോബി ജോർജിന്റെ കൂടി താൽപ്പര്യം പരിഗണിച്ചാണ്. വഴിവിട്ട നിയമനത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ LDF സർക്കാർ ഇത് പുനഃപരിശോധിക്കാനിരിക്കെയാണ് അഞ്ജു ബോബി ജോർജ് മന്ത്രിക്കെതിരായ ആരോപണവുമായി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജീവൻകുമാർ, തിരുവനന്തപുരം. സ്വാഭാവിക വനവൽക്കരണ ശ്രമങ്ങൾക്കിടെ വയനാട്ടിൽ നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ മരങ്ങൾ വെട്ടിമാറ്റി ഏകവിള തോട്ടങ്ങളുടെ റീപ്ലാന്റിംഗ്. പേരിയ റേഞ്ചിൽ 15 ഏക്കറോളം വനഭൂമിയിലാണ് സ്വാഭാവിക മരങ്ങളടക്കം വെട്ടിമാറ്റി വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള തോട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുന്നതും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയുമാണ് വനത്തിലെ ഏകവിളത്തോട്ടങ്ങൾ. വൻതോതിൽ വനനശീകരണം നടത്തി ഒരിക്കൽ തുടക്കമിട്ട പദ്ധതികൾ വയനാട്ടിൽ വീണ്ടും തുടരുകയാണ്. സ്വാഭാവിക വനവൽക്കരണത്തിനായുള്ള മുറവിളികൾ ഉയരുന്നതിനിടെയാണ് മോണോപ്ലാന്റേഷൻ ക്ലിയർഫിൽ ചെയ്യുന്നതിന്റെ മറവിൽ ഇത്തരം മരങ്ങൾക്കൊപ്പം സ്വാഭാവിക മരങ്ങളും ഇവിടെ നിന്ന് വൻതോതിൽ വെട്ടിമാറ്റിയിരിക്കുന്നത്. ഭൂമിയിൽ സ്വാഭാവിക വനങ്ങൾ വെട്ടിനശിപ്പിച്ചുകൊണ്ട് ഈ പ്ലാന്റേഷൻ നടപടിയുമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ഒരു വലിയ ചോദ്യമാണ്. ഇതൊരു വലിയ മഴക്കാടുകളാണ് പേരിയെ സംബന്ധിച്ചോളം. നിത്യഹരിത വനമേഖലയിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മഹാഗണിയും മറ്റ് 2 മരങ്ങളോടും കൂടിയ മോണോപ്ലാന്റേഷനാണ് വീണ്ടും വനം വകുപ്പിന്റെ പദ്ധതി. വയനാടിന്റെ പാരിസ്ഥിതിക തകർച്ചയ്ക്ക് കാരണമായ തേക്ക്, യൂക്കാലിപ്സ്, അക്കേഷ്യ തുടങ്ങിയ മോണോപ്ലാന്റേഷനുകൾക്ക് പകരം സ്വാഭാവിക വനവൽക്കരണം നടത്തണമെന്ന ആവശ്യങ്ങൾക്കിടെയാണ് നിത്യഹരിത വനങ്ങൾക്കുമേൽ വനം വകുപ്പ് തന്നെ കോടാലി വയ്ക്കുന്നത്. അനൂപ് KR, വയനാട്.
മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് മത്സ്യം വളർത്തുക എന്ന പുതിയ പദ്ധതിക്ക് ചേർത്തലയിൽ തുടക്കമായി. മന്ത്രി പി തിലോത്തമൻ പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. ഓക്സിജന്റെ അളവ് കുറഞ്ഞ മേഖലയിലും ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മാലിന്യ സംസ്കരണ പദ്ധതിക്ക് പുതിയ രൂപവും ഭാവവും നൽകി ശ്രദ്ധേയമാവുകയാണ് ഗാന്ധി സേവാ കേന്ദ്രം. വീട്ടമ്മമാരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത്. ഇതിന് പരിഹാരമായാണ് മത്സ്യങ്ങളെ വളർത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഈ പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻ കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ പത്മകുമാറാണ്. ഒരു 10 സ്ക്വയർ മീറ്റർ ഉള്ള ടാങ്ക് ഉണ്ടെങ്കിൽ, ഒരു സിറ്റ് ഔട്ടിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് രൂപകൽപ്പന വളരെ പ്രധാനമാണ്. ഡിസൈൻ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിനകത്ത് ഒരു 100 മുതൽ 150 വരെ മത്സ്യം വളർത്താം. പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പരീക്ഷിച്ച് വിജയിച്ച സാങ്കേതിക വിദ്യയാണിത്. ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം മത്സ്യം വിറ്റ് കിട്ടുന്ന പണവും പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് സഹായകരമായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിലിപ്പം വേസ്റ്റ് ഒന്നും ഇല്ല, കാരണം ഇതിന് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും കഴിക്കുന്നത്. അതാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. മറ്റുള്ള എല്ലാ അവശിഷ്ടങ്ങളും കഴിക്കുന്ന മീനുകളാണ് നമ്മൾ വളർത്തുകയും ചെയ്യേണ്ടത്. ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലാണ് പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. നബാർഡിന്റെ സഹായത്തോടെയാണ് മത്സ്യവളർത്തു കേന്ദ്രം ഒരുക്കിക്കൊടുക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനൊപ്പം മത്സ്യസമ്പത്ത് കൂടി വളർത്തിയെടുക്കുക എന്ന പുതിയ പദ്ധതിക്കാണ് ചേർത്തലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ പ്രിൻസ് ഇല്യാസിനൊപ്പം ഷാജഹാൻ. കാട്ടുതീ വിഴുങ്ങിയ വയനാട് വന്യജീവി സങ്കേതത്തിലെ പ്രദേശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് വൈൽഡ് ലൈഫ് വിഭാഗം. മുളങ്കാടുകളും മരങ്ങളും കൊണ്ട് വനങ്ങളെ നിറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 2 വർഷം മുൻപത്തെ കാട്ടുതീയിൽ ഈ മേഖലയിലെ കാടേറെ കത്തിയതാണ്. പൂത്തുണങ്ങി നിന്ന മുളകൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടത്തോടെയാണ് നശിച്ചത്. വന്യജീവി സങ്കേതത്തിനുള്ളിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. പഴയ കാടിനെ തിരിച്ചു കൊണ്ടുവരാനാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ മുത്തങ്ങ, തോൽപ്പെട്ടി, കുറിച്യാട്, ബത്തേരി റേഞ്ചുകളിൽ വിപുലമായ പദ്ധതി. ശ്രീ പൊന്നാമ്പേട്ട ഫോറസ്ട്രി കോളേജിൽ നിന്ന് കൊണ്ടുവന്ന നീർമരുത് മറ്റുള്ള ഇനത്തിൽപ്പെട്ട ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ച തൈകളും നട്ടു വളർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 40,000 മരത്തൈകളും 20,000 മുളത്തൈകളുമാണ് ഇവിടെ നടുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെയും മറ്റ് സംഘടനകളുടെയും സഹകരണത്തോടെയാണ് സ്വാഭാവിക വനവൽക്കരണം. കഴിഞ്ഞ വേനൽക്കാലങ്ങളിൽ കത്തിയമർന്ന ജന്തുജീവികളുടെയും മരങ്ങളുടെയും മണ്ണിൽ തളിരിടുകയാണ് ഇവരുടെ മരങ്ങളും മുളങ്കൂട്ടങ്ങളും. അനൂപ് കയാർ, വയനാട്.